എല്ലാവർക്കും നമസ്കാരം. ഇസ്രായേൽ സൗത്ത് ലെബനന് നേരെ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയ എയർ സ്ട്രൈക്കിൽ 558 ആളുകളാണ് ഇതിനോടകം മരണപ്പെട്ടിട്ടുള്ളത്. 1800-ലധികം ആളുകൾക്ക് വലിയൊരു തോതിലുള്ള പരിക്കുകളും സംഭവിച്ചു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇസ്രായേലിന് മുൻപിൽ ഇനിയുള്ള ഘട്ടങ്ങളിലുള്ള പ്രധാന വഴികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി അവർ ചെയ്യാൻ പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. തങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന അർത്ഥത്തിൽ തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി ഹിസ്ബുള്ളയെ നിലം തൊടാതെ നിർത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. വിവിധ തരത്തിലുള്ള ഇൻ്റലിജൻസിനെ കൃത്യമായി ഉപയോഗിക്കുന്ന, സാങ്കേതിക വിദ്യയെ പൂർണ്ണമായി ആശ്രയിക്കുന്ന തരത്തിലുള്ള കാഷ്വാലിറ്റീസ്, ഹ്യൂമൻ സിവിലിയൻ കാഷ്വാലിറ്റീസ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇസ്രായേൽ ഒരു ബഫർ സോൺ ഉണ്ടാക്കും, ഇസ്രായേൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് പോകും, അല്ല ഇസ്രായേൽ ഇനി ചെയ്യേണ്ടുന്നത് സുരക്ഷാ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇസ്രായേൽ കടക്കണം എന്ന തരത്തിലുള്ള നിരവധി തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പലയിടങ്ങളിൽ നിന്നായി ലോക നേതാക്കൾ അല്ലെങ്കിൽ നിരീക്ഷകരൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിൻ്റെ ഔദ്യോഗിക പക്ഷം ഇസ്രായേലിൻ്റെ ലെബനൻ അതിർത്തിയോടുള്ള പ്രദേശത്തു നിന്നും ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഒഴിവാക്കുകയും ഈ പ്രദേശത്തെ ജനങ്ങളെ ഇതിനോടകം കുടിയൊഴിപ്പിച്ച് വിവിധ ഹോട്ടലുകളിലും റൂമുകളിലും വീടുകളിലുമാക്കി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ജീവിത അവസ്ഥ പഴയതുപോലെ തന്നെ ക്രമീകരിക്കാനായി ഇവരെ തിരികെ ഇവരുടെ പ്രദേശങ്ങളിലേക്ക്, സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതിന് വേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന തരത്തിൽ ഇസ്രായേൽ ഇതിനകം പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ ഇനി നടത്താൻ പോകുന്ന ആക്രമണങ്ങൾ എന്തു തന്നെയായാലും അതിൻ്റെ മോട്ടോ, അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തങ്ങളുടെ അതിർത്തി സുരക്ഷിതമാക്കുക, തങ്ങളുടെ ജനങ്ങൾക്ക് തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് തിരികെ വന്നുകൊണ്ട് താമസമാക്കുക, അവർക്ക് സുരക്ഷിതമായിരിക്കാൻ പറ്റണം എന്നുള്ള ശാഠ്യം തന്നെ, അല്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. ഇസ്രായേലിന്റെ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവന നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ്. തങ്ങളൊരു ഇസ്രായേലിൻ്റെ നോർത്തേൺ നെയ്ബർ ഏരിയകളിൽ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ, അതായത് ഒരു ബഫർ സോൺ, അതായത് ആക്രമണങ്ങളോ പ്രത്യാക്രമണങ്ങളോ ഇല്ലാതെ സമാധാനം മാത്രമുള്ള ഒരു ബഫർ സോൺ തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഇസ്രായേലിനെയും ലെബനനുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിലേക്ക് ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ, അവിടുന്ന് ഹിസ്ബുള്ള തീവ്രവാദികളെ പൂർണ്ണമായി ഒഴിവാക്കുന്ന ഗ്രൗണ്ട് ഇൻവേഷൻ തങ്ങൾ നടത്തും എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതൊരു ഔദ്യോഗിക നിലപാടായി തന്നെ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഈ അണയാൻ പോകുന്നത് ഈ ആളിക്കത്തുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, തങ്ങൾ പേജർ വോക്കി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, എയർ സ്ട്രൈക്കുകൾ ഉണ്ടാകുന്നു, തങ്ങളുടെ പ്രധാനപ്പെട്ട 12ഓളം വരുന്ന നേതാക്കൾ, കമാൻഡോസ് കൊല്ലപ്പെടുന്നു, തങ്ങൾ സൂക്ഷിച്ചിരുന്ന ആയുധ ശേഖരണങ്ങളിന്മേൽ ഇസ്രായേലിന് വലിയ എയർ സ്ട്രൈക്കുകൾ ഉണ്ടാകുന്നു. ഇത്രയുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇനിയും തങ്ങൾ പ്രതികാരം ചെയ്യും, ഇതിനൊക്കെ ചോദ്യം ചോദിക്കും, തിരിച്ചടിക്കും എന്നുള്ള വലിയ വാചക കസർത്തുകളുമായി തന്നെയാണ് ഹസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡർ ആയിട്ടുള്ള ഹസ്രത്തുള്ള അവിടെയുള്ളത്. ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി ലീഡർ ആയിട്ടുള്ള നൈഖാസിം പറഞ്ഞത് തങ്ങളുടെ തുറന്ന യുദ്ധത്തിന് ഉറമ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതായത് ഇവരതിനെ കാണുന്നത് ഒരു യുദ്ധമായി തന്നെയാണെന്നാണ് ഹെസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വിശദീകരണങ്ങൾ. ഗാസയിൽ പൂർണ്ണമായ ഒരു വെടിനിർത്തൽ ഇസ്രായേൽ നടത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇസ്രായേൽ അതിനുള്ള ഇനീഷ്യേഷൻ എടുത്താൽ മാത്രമേ തങ്ങൾ ഇത്തരത്തിലുള്ള ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാകൂ എന്നുള്ള ശാഠ്യമാണ് ഹെസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് എന്തായാലും ഇസ്രായേൽ നിലവിൽ അംഗീകരിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടങ്ങളിൽ ഇസ്രായേൽ ഇനി എന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം, ഇതുവരെ നിരവധി മിസൈൽ സ്റ്റോക്കുകളൊക്കെ ഇവർക്കുണ്ടെങ്കിലും വളരെ കുറച്ച് റോക്കറ്റുകൾ മാത്രമാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് മേൽ വർഷിച്ചിട്ടുള്ളത്. അപ്പം ഇവയൊക്കെ തന്നെ അയൺ ഡോമുകൾ പോലെയുള്ള ഇസ്രായേലിൻ്റെ വ്യോമ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമുക്കറിയാം, വ്യോമ പ്രതിരോധം, അവരതിനെയൊക്കെ കൃത്യമായ അളവിൽ പ്രതിരോധിച്ചിട്ടുമുണ്ട്. വലിയ ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. എന്തു തന്നെയായാലും ആദ്യഘട്ടത്തിൽ എന്തായാലും ഇസ്രായേൽ ശ്രമിക്കാൻ പോകുന്നത് വ്യോമമാർഗമുള്ള കടന്നാക്രമണം തന്നെയാണ്. അതിനുള്ള ഫസ്റ്റ് ഘട്ടം എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന എയർ സ്ട്രൈക്കിനെ നമുക്ക് കാണാവുന്നതാണ്. റിയർ അഡ്മിറൽ ആയിട്ടുള്ള ഹഗാരിയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഒക്കെ കഴിഞ്ഞ ദിവസം അവർ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ
ഫലം കണ്ടു, അതിലവർ പൂർണ്ണ തൃപ്തരാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഡസൻ കണക്കിന് തീവ്രവാദികൾ കൊല്ലപ്പെടുന്നു. ധാരാളമായിട്ടുള്ള ഹിസ്ബുള്ളയുടെ നേതാക്കളെ ഒന്നായി പുറകെ കൊന്നൊടുക്കാനായിട്ട് ഇസ്രായേലിന് സാധിക്കുന്നു. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ പൂർണ്ണമായും അവരുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ ക്ഷയിപ്പിക്കുന്ന തരത്തിൽ ഇസ്രായേലിന് ആക്രമണം നടത്താൻ പറ്റുന്നു. വലിയ ഡ്രോണുകളൊക്കെ പറത്തിക്കൊണ്ട് ഇവരെവിടെയൊക്കെയാണ് സെറ്റിലായിട്ടുള്ളത് എന്നുള്ളതിനെ വലിയ രീതിയിൽ മനസ്സിലാക്കാൻ ഇസ്രായേലിന് സാധിക്കും. അതായത് ഇസ്രായേലിൻ്റെ നിരീക്ഷണത്തിന് കീഴിൽ തന്നെയാണ് ഹെസ്ബുള്ളയുടെ പ്രവിശ്യകൾ ഉള്ളത് എന്നുകൂടി വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആക്രമണങ്ങൾ. ഈ വടക്കൻ നഗരമായ ഹൈഫയ്ക്കും അധിനിവേശ വെസ്റ്റ് ബാങ്ക് പ്രവിശ്യകളിലേക്കുമൊക്കെ ഈ ഹെസ്ബുള്ള തിരിച്ച് ആക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇവയൊന്നും ഫലം കണ്ടില്ല എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക വിദ്യയിലെ അസൂയാവഹമായ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ പടയാളികളെ, തങ്ങളുടെ സോൾജിയേഴ്സിനെ ജീവൻ ബലി കൊടുക്കാതെ തന്നെ സാങ്കേതിക വിദ്യയുടെ സ്ട്രെങ്ത് കൊണ്ട് തന്നെ ഒരു വ്യോമമാർഗമുള്ള സമ്പൂർണമായ അറ്റാക്ക് ആയിരിക്കും ഇസ്രായേലിനി നടത്താൻ പോവുക. ഹിസ്ബുള്ളയെ നമുക്കറിയാം, ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു സായുധ ശേഷിയുണ്ട്. അവർക്ക് ടോപ്പ് കമാൻഡേഴ്സ് ലീഡ് ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെയും ഇവർക്ക് ആയുധങ്ങൾ ലഭിക്കുന്ന സപ്ലൈ ചെയിനുകളെയും മുറിക്കുക അല്ലെങ്കിൽ വിഭവശേഷി നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എയർ സ്ട്രൈക്കിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇതിനൊക്കെ പുറമെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒന്ന് കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഈ എയർ സ്ട്രൈക്കിന് മുമ്പ് 8,000-ലധികം കോളുകൾ ഇസ്രായേലിൽ നിന്നും ലെബനനിലെ നിവാസികളുടെ അടുത്തേക്ക് എത്തുന്നു. നിങ്ങൾ എത്രയും വേഗം ഈ പ്രവിശ്യകളൊക്കെ ഒഴിവാകണം, വീടുകളിൽ നിന്ന് മാറണം എന്നൊക്കെ പറഞ്ഞുള്ള കോളുകൾ വരുന്നു. 10,000-കണക്കിന് ആളുകളാണ് വിവിധ പ്രദേശങ്ങളിലേക്ക്, സേഫ് സോണുകളിലേക്ക് ലെബനനിൽ നിന്നും ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലായനം ചെയ്യപ്പെടുന്ന 10,000-കണക്കിന് ആളുകൾ യഥാർത്ഥത്തിൽ ലെബനന്റെ അടിസ്ഥാന സർക്കാരിനും ഇത് ഇറാന് മേലെ തന്നെയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതായത് ആളുകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നൊരു പ്രഷർ, ഒരു തരത്തിൽ ഇവരെ സമ്മർദ്ദത്തിലാക്കുക തന്നെയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിലും ഇസ്രായേലിന് വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ഹിസ്ബുള്ളയുടെ ഒരു എലൈറ്റ് വിങ് ആർമിയുണ്ട്, അതായത് അൽ ഹജ് റദ്വാൻ ഫോഴ്സ് എന്നാണ് പറയുക. ഈ അൽ ഹജ് റദ്വാൻ ഫോഴ്സിനെ കംപ്ലീറ്റ്ലി പെരിഷ് ചെയ്യാനായിട്ട്, നാമാവശേഷമാക്കാൻ കഴിഞ്ഞ ദിവസത്തെ എയർ സ്ട്രൈക്ക് കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ്. ഈ ആളുകൾ താമസിക്കുന്ന പാർപ്പിടങ്ങളിൽ തന്നെ അതിൻ്റെ സ്വീകരണ മുറികളിലും അല്ലെങ്കിൽ അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇടയിലായും അതിന് താഴെയുള്ള അണ്ടർഗ്രൗണ്ടുകളിലുമൊക്കെയാണ് ഹിസ്ബുള്ള നേതാക്കളും അവരുടെ ആയുധ ശേഖരങ്ങളും ഒക്കെ ഉള്ളത്. ഇതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പുറത്തെത്തിച്ച് അതിനെ കൃത്യമായ രീതിയിൽ ആക്രമിച്ച് ഇല്ലാതെയാക്കുക, നശിപ്പിക്കുക എന്നുള്ള കാര്യത്തിലും ഇതിനോടകം ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടുത്ത നീക്കവും തങ്ങളുടെ എയർ സ്ട്രൈക്കുകളിലൂടെ അല്ലെങ്കിൽ വ്യോമമാർഗമുള്ള യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹെസ്ബുള്ളയുടെ കപ്പാസിറ്റിനെ കുറച്ചെടുക്കുക, അതിനെ നാമാവശേഷമാക്കുക, ശിഥിലമാക്കുക എന്ന് തന്നെയായിരിക്കും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസ് തീർത്തിട്ടുള്ള അണ്ടർഗ്രൗണ്ട് വെബ് ടണലുകൾ നമ്മൾക്കറിയാം. ഇതുപോലെ തന്നെ ഹിസ്ബുള്ളയും തീർത്തിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള ഘട്ടങ്ങളിൽ ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള പ്ലാനിങ്ങുകളായിരിക്കും ഇസ്രായേൽ നടത്തുക. അടുത്തൊരു സാധ്യതയാണ് തങ്ങളുടെ അതിർത്തി കാക്കാനുള്ള പരിമിതമായുള്ള ഇൻവേഷൻ. അതായത് ഇസ്രായേലിൻ്റെയും ലെബനൻ്റെയും അതിർത്തികൾ കാക്കപ്പെടേണ്ടതുണ്ട്. അവിടെ കൃത്യമായ ഒരു ബഫർ സോൺ സ്ഥാപിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഒക്ടോബർ 7 ഹമാസ് നടത്തിയതുപോലെ അതിഭീകരമായുള്ള കൂട്ടക്കുരുതികൾ ഇനി ഒരിക്കലും ഹിസ്ബുള്ള പോലെയുള്ളൊരു വലിയ ഹമാസിൻ്റെ ചേട്ടനായി നിൽക്കുന്ന, ഹമാസിനേക്കാൾ കപ്പാസിറ്റിയുള്ള ഹിസ്ബുള്ളയ്ക്ക് ചെയ്യാൻ പറ്റാതിരിക്കണമെങ്കിൽ, ഇനി അതൊന്ന് ഹിസ്ബുള്ള ശ്രമിക്കുമെന്ന് പോലും വിചാരിക്കാൻ പറ്റില്ല എങ്കിലും നമ്മൾ പറയുമല്ലോ ചില കാര്യങ്ങളെ നമ്മൾ ആ രീതിയിലാണ് അനലൈസ് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും സാധിക്കാൻ പറ്റുമെങ്കിൽ, അതിനെ പോലും തടുക്കണമെങ്കിൽ ഈ ഏരിയകളിൽ ബഫർ സോണുകൾ നിർമ്മിച്ചുകൊണ്ട് ഇരു അതിർത്തികളിലും കൃത്യമായിട്ടുള്ള സംരക്ഷണം,
നൽകാൻ ഇസ്രായേൽ, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ കരുതൽ തങ്ങളുടെ കൈകളിലായിരിക്കണം എന്നുള്ളതിന് ഇസ്രായേൽ ആർമിക്ക് എതിർപ്പൊന്നുമില്ല. കാരണം അവർക്ക് പൂർണ്ണമായ അധികാരം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായാൽ മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രത്തിനും രാഷ്ട്രത്തിലെ ജനങ്ങൾക്കും സുരക്ഷ ഉണ്ടാവൂ എന്നുള്ള പൂർണ്ണ ബോധ്യം ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലാൻഡ് ഇൻവേഷൻ, ഒരു ബോർഡർ ലാൻഡ് ഇൻവേഷനാണ് അവിടെ സാധ്യതകൾ തെളിയുന്നുണ്ട്. ഈ 2006 ലെബനൻ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഹെസ്ബുള്ള പോലെ ഒരു സംഘടന നടത്തിയ പ്രതിരോധം നമുക്കറിയാവുന്ന തന്നെയാണ്. ഇത്രയും ആയുധശേഷിയുള്ള ഇസ്രായേലിന് നേരെ അവർക്ക് പ്രതിരോധം തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം മാത്രം കണക്കിലെടുത്താൽ ഏകദേശം 50,000-ഓളം വരുന്ന സൈനിക ശേഷിയും അതിനൊത്തുന്ന സായുധശേഷിയും ഇവർക്കുണ്ട്. അപ്പോൾ ഇവർക്കെതിരെ ഒരു കരമാർഗമുള്ളൊരു പൂർണ്ണമായ യുദ്ധം നടപ്പിലാകുമെന്നല്ല, മറിച്ച് അതിർത്തികൾ സംരക്ഷിക്കാൻ വേണ്ടി ലെബനന്റെ അതിർത്തികൾ കൃത്യമായി തങ്ങളുടെ ഒരു ബഫർ സോൺ നിർമ്മിക്കാൻ 30,000-ഓളം വരുന്ന സോൾജിയേഴ്സിനെ ഇറക്കിക്കൊണ്ടുള്ള ഒരു ലാൻഡ് ഇൻക്ലൂഷൻ ആയിരിക്കും ഇവർ നടത്താൻ പോകുന്നത് എന്ന വാദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ സൗത്ത് ലെബനൻ ഇസ്രായേൽ ഫോഴ്സിന് ഒരു മരണക്കെണി ആയിരിക്കും എന്നുള്ളതാണ് ഈ ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള ഹസൻ നസറുള്ള പറയുന്നത്. അപ്പോൾ അവരെന്തോ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തു തന്നെയായാലും തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കുക എന്നുള്ളതിൽ നിന്നും ഇസ്രായേൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കാരണം ഇനി ഒരു ഒക്ടോബർ 7 ആവർത്തിക്കാൻ അവർക്ക് താല്പര്യമില്ല. അടുത്ത ഓപ്ഷനാണ് സമ്പൂർണ്ണ യുദ്ധം. ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ നടത്താതെ തങ്ങൾ ഒരു കാരണവശാലും ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് മാറില്ല എന്നുള്ളതാണ് ഭീകരവാദ സംഘടനയായ ഹെസ്ബുള്ള പറയുന്നത്. എന്നാൽ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാനാവുന്ന കാര്യമല്ല. കാരണം നമുക്കറിയാം, അപ്പോൾ എന്ത് തന്നെ പ്രതിസന്ധികളായാൽ തന്നെയും ഒരു പൂർണ്ണമായും ലെബനനെ കീഴ്പ്പെടുത്തുക, തങ്ങളുടെ അധികാര പരിധിയിലേക്ക് എത്തിക്കാനായിരിക്കും ഇസ്രായേൽ ശ്രമിക്കുക എന്നുള്ള ഒരു വാദവും നിലനിൽക്കുന്നുണ്ട്. അതിനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവുന്നതല്ല. ഇതുവരെയും ഹിസ്ബുള്ള നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിലൊക്കെയും അവരുടെ സൈനികരൊക്കെ തന്നെ ബോർഡറുകളിൽ വിന്യസിച്ചിട്ടുണ്ട്. തങ്ങളുടെ ട്രൂപ്സിനെ അല്ലെങ്കിൽ ഈ സൈനികരെ തിരികെ വിളിക്കുക എന്നുള്ളത് ഹസൻ നസറുള്ളയെ പോലെയുള്ളൊരു കമാൻഡർക്ക്, ഒരു ഭീകരവാദ സംഘടനയുടെ നേതാവിന് ചിന്തിക്കാനാവില്ല. അത് അവരുടെ തോൽവിയായി തന്നെ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക്, സമാധാനപരമായ ഒരു നയത്തിലേക്ക് നസറുള്ള പോവില്ല എന്ന സാഹചര്യം നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇനി നടത്താൻ പോകുന്നത് ലെബനനെ കംപ്ലീറ്റ്ലി കയ്യിലെടുക്കാനുള്ള നീക്കങ്ങളായ ഒരു സായുധ, വ്യോമ സായുധ, കരമാർഗമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ എന്നൊരു ആശയം മുന്നോട്ട് വരുന്നത്. ഇതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ ഇനി ലോകം എങ്ങനെ സാക്ഷ്യം വഹിക്കും എന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. അതുമായി ബന്ധപ്പെട്ടിരുന്ന സാമ്പത്തിക, സായുധ ബലങ്ങളിലെ പ്രശ്നങ്ങൾക്ക് ഉപരിയായി വലിയ തോതിലുള്ള ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു. 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ സംജാതമാവുകയാണ്. നമുക്കറിയാം, 1982 ഇസ്രായേൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ നാമാവശേഷമാക്കാൻ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 20,000-ഓളം വരുന്ന സിവിലിയൻസ് കാഷ്വാലിറ്റിയുടെ ഭാഗമാവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇനി ഉണ്ടായാൽ അത് ലെബനൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല. അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. ലെബനൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ എന്ന് പറയുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിലും അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. മാത്രമല്ല, ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റീനെ മാറ്റി പാർപ്പിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഒരു സർക്കാരിലേക്ക് നിക്ഷിപ്തമാവും. ഇതിന് ലെബനന് സാധിക്കാതെ വരികയും ചെയ്യുന്നതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലെബനൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ കഴിവില്ലായ്മ, ഇൻകേപ്പബിലിറ്റീനെ ചോദ്യം ചെയ്യും. ഇതിലേക്കൊക്കെ കാരണമായ ഇറാന്റെ കരങ്ങളെ വിമർശിക്കപ്പെടും. അത് വലിയ തോതിലുള്ള മറ്റൊരു ലോക പ്രതിസന്ധിക്ക് കാരണമാകും. എന്തായാലും നമുക്കറിയാം, ഇവർ റെഡിയാണ്. ഇസ്രായേൽ ഏത് തരത്തിൽ നോക്കിയാലും ഒരു യുദ്ധത്തെ ഫേസ് ചെയ്യാൻ സന്നദ്ധമാണ്. പക്ഷേ ലെബനനോ ഇറാനോ തങ്ങളുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിനെ ഫേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നിലവിലില്ല. ഇവിടെ മറ്റൊരു പ്രതിസന്ധി ഉള്ളത് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള അണ്വായുധ ശേഷിയാണ്. ഈ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് വശങ്ങളിലായി തിരിയുന്നു. അമേരിക്ക പോലെയുള്ളൊരു ടോപ്പ് നോച്ച് കമാൻഡിങ് സപ്പോർട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഇസ്രായേലിന് ഉണ്ടാകുമ്പോൾ
അവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. അവിടെ ആണവായുധങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അവിടെ മിഡിൽ ഈസ്റ്റിനെ ഒരിക്കലും കംപ്ലീറ്റ്ലി നാമാവശേഷമാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ് ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എതിരെ വളരെ വിവേകത്തോടുകൂടിയുള്ളൊരു സമീപനമാണ് ഹിസ്ബുള്ളയ്ക്ക് ആവശ്യം. എന്തായാലും വിവേകപൂർണമായ സമീപനങ്ങൾ ഹിസ്ബുള്ള നടത്താറില്ലാത്തത് കൊണ്ട് നമുക്ക് അതും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഏറ്റവും അവസാനവും എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു കാര്യമാണ് ഓപ്ഷൻ 4, സമാധാന ചർച്ചകളും ഉടമ്പടികളും. ഇതിനോടകം ധാരാളം ഉടമ്പടികളും ചർച്ചകളും ഒക്കെ ഉണ്ടാകുന്നു. യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ സമാധാന ചർച്ചകൾക്കായിട്ട് ധാരാളം കരാറുകൾ ഉണ്ടാക്കുന്നു. ഇവരെ എല്ലാം തന്നെ എതിർത്തുകൊണ്ടാണ് ഹിസ്ബുള്ളയെ പോലെയുള്ള ഭീകരവാദ സംഘടനകൾ എതിർപ്പുമായി വരുന്നത്. ഈ സിറ്റുവേഷനിൽ ഇനി അത് എത്ര കണ്ട് പോസിബിൾ ആകും എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. കാരണം ഇസ്രായേലിന് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അപ്പുറമായി ഒന്നുമില്ല. അവരെ ഹിസ്ബുള്ളയെ പോലെ, ഹമാസിനെ പോലെ, ഹൂത്തികളെ പോലെയുള്ള ഭീകരവാദ സംഘടനകളെ വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് തങ്ങളൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി യുദ്ധം ചെയ്യില്ല എന്നൊരു കരാറിൽ ഒപ്പിടാൻ മാത്രം ഇസ്രായേൽ ഇനി മുന്നോട്ട് വരുമെന്ന് നമുക്ക് വിചാരിക്കാൻ പോലും ആവില്ല. കാരണം അത്രയധികം ഇസ്രായേലിന് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവരുടെ സുരക്ഷ, അവരുടെ ജനങ്ങളുടെ സുരക്ഷ മുന്നിട്ട് നിൽക്കുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം, ഉന്നതതല വിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. എന്നാലും സമാധാന ചർച്ചകൾ, ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിന് മുന്നേ അതെന്തായാലും നടക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും കൃത്യമായ രീതിയിൽ അതിർത്തികൾ വരച്ചുകൊണ്ട് തന്നെ, ബഫർ സോണുകൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ പോലുള്ള തീവ്രവാദ സംഘടനകൾ ഒഴിവാകേണ്ടതുണ്ട് ക്രമസമാധാന പാലനത്തിന്.